ഓക്കെ, എന്താണ് ഫിനിറ്റ് വെർബ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബ്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഷോർട്ട് ടെൻസസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അഗ്രി വിത്ത് ദ സബ്ജക്ട് ഇൻ പേഴ്സൺ ആൻഡ് നമ്പർ, ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് ദ മെയിൻ വെർബ് ഇൻ ക്ലോസ്. അതായത് ഫിനിറ്റ് വെർബ്സിൽ നമ്മൾ പ്രസന്റും പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസസിനെ ചേഞ്ച് ചെയ്യും. ദെൻ സബ്ജക്ട് ഹു ഈസ് ഡൂയിങ് ദ ആക്ഷൻ, subject, then can stand as the main verb in a sentence. അതാണ് finite verbs എന്ന് പറയുന്നത്. She runs fast, they played cricket, I am happy. അതൊക്കെ എന്താണ് ഫിനിറ്റ് വെർബ്സിന്റെ എക്സാമ്പിൾ. അതായത് ആ സെന്റൻസിനെ തന്നെ അതിന്റെ ടെൻസസിനെയും സബ്ജക്റ്റിനെയൊക്കെ മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫിനിറ്റ് വെർബ് എന്ന് പറയാം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. She speaks English fluently. She speaks. ഇതെന്താണ് വേർബ് ആണ്. She speaks. ഇതെന്താണ് സബ്ജക്റ്റ് ആണ്. She speaks English fluently. They arrived yesterday. Arrived verb ആണ്. They arrived yesterday. We will travel next week. We will travel. We will. ഇതിൽ will യൂസ് ചെയ്തിട്ട് വരുന്നതിനാണ് ഫിനിറ്റ് വെർബ്സ് എന്ന് പറയാം. ഫിനിറ്റ് വെർബ് ഈസ് ചേഞ്ച് വിത്ത് ടെൻസ് ആൻഡ് സബ്ജക്റ്റ്. അതായത് വെർബിന് ടെൻസിനെയും സബ്ജക്റ്റിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ നോക്കാം. ഷീ runs. അവൾ ഓടുന്നു. ഷീ റൺസ്. അവൾ ഓടുന്നു. They played. They played. എന്താണ്? അവർ കളിച്ചു. ഇതൊക്കെ എന്താണ്? ഫിനിറ്റ് വെർബ്സ് ആ വരുന്നത്. എന്താണ് വരുന്നത്? ഫിനിറ്റ് വെർബ്സ്. Then what is the non-finite verbs? Do not show tenses. Do not change from based on subject. Cannot stand alone as the main verb. അതായത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നില്ല? ടെൻസസ് ഒന്നും ചേഞ്ച് ആവുന്നില്ല. ടെൻസസ് ഒന്നും ഡു നോട്ട് ഷോ ടെൻസ്, അതായത് ടെൻസസിനെ ഇതിലെ കാണിക്കുന്നില്ല. ദെൻ ബേസ്ഡ് സബ്ജക്റ്റിന്റെ ബേസ് ഫോം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. cannot stand alone as the main verb. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു സ്പീക്ക് ഇൻ പബ്ലിക് റിക്വയർസ് കോൺഫിഡൻസ്. അതൊരു ഇൻഫിനിറ്റീവ് ആണ്. സ്പീക്ക് ടു നമ്മൾ പറഞ്ഞു ടു ആണ് യൂസ് ചെയ്തത്. അതെന്താണ് വരുന്നത്? ഇൻഫിനിറ്റീവ് വെർബ്സ് ആണ്. ടു യൂസ് ചെയ്യുന്ന വെർബ് ഫോമിനെ നമ്മൾ ഇൻഫിനിറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞു. സ്പീക്കിംഗ് സോഫ്റ്റ്ലി ഷീ എന്റേർഡ് ദ റൂം. അതെന്താണ് വരുന്നത്? സ്പീക്കിംഗ് ING ഫോം യൂസ് ചെയ്തതിനെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രസന്റ് പാർട്ടിസിപ്പിൾസിൽ നമ്മൾ പറഞ്ഞതാണ് വെർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യുമ്പോൾ അതെന്താ വരുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ. അത് വെർബിന്റെ കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്തപ്പോൾ സ്പീക്കിംഗ്. ഇതെന്താണ്? വെർബ് ഫോം ആണ്. ഐ എൻജോയ് സ്വിമ്മിങ്. സ്വിമ്മിങ്. സ്വിമ്മിങ് ഒരു നൗൺ ആൻഡ് വെർബ് ലൈക്ക് അങ്ങനെ വരുന്നതിനെ നമ്മൾ ING കൂടി ചേർത്തപ്പോൾ അതെന്താ വരുന്നത്? ജെറണ്ട് ആണ് വരുന്നത്. അപ്പൊ നോൺ വെർബ് ടെൻസിൽ നമ്മൾ ടെൻസസ് എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. ദെൻ നമ്മളെ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റീവ് വെർബ്സിൽ നമുക്ക് നോക്കാം നോൺ ഇൻഫിനിറ്റീവ് വെർബ്സ് എന്താണ് എന്നുള്ളത്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റീവ്സിൽ എന്താ വരുന്നത്? 2+ verb ആണ് ഇൻഫിനിറ്റീവ്സിൽ വരുന്നത്. 2+ verb ആണ് ഇൻഫിനിറ്റീവ്സ് വെർബിൽ വരുന്നത്. എക്സാമ്പിൾ പറയാം. I like to read. I like to read. ഇതൊരു ഇൻഫിനിറ്റീവ് വെർബ് ആണ്. ടു നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അതെന്താണ്? ഒരു ഇൻഫിനിറ്റീവ് വെർബ് ആണ്. ദെൻ നമുക്ക് നോക്കാം എന്താണ് ജെറണ്ട് എന്ന് പറയുന്നത്. ജെറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ റീഡിങ് ഈസ് ഫൺ. ജെറണ്ടിന്റെ എക്സാമ്പിൾ ഫോർമുല എന്താ വരുന്നത്? ജെറണ്ടിന്റെ ഫോർമുല എന്താ വരുന്നത്? വെർബ് പ്ലസ് ING ആണ്. അതായത് വെർബ് പ്ലസ് ING ആണ് ജെറണ്ട് എന്ന് പറയുന്നത്. യൂസ്ഡ് ആസ് നൗൺ. നമ്മൾ യൂസ്ഡ് ആസ് നൗൺ ലൈക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം എന്താ പറയാ?
റീഡിങ് ഈസ് ഫൺ. റീഡിങ് ഈസ് ഫൺ. ഇതെന്താണ്? ഒരു ജെറണ്ട് ആണ്. ദെൻ പാർട്ടിസിപ്പിൾസ് നോക്കാം. പാർട്ടിസിപ്പിൾസിൽ എന്താ വരുന്നത്? വേർബ് പ്ലസ് ing അല്ലെങ്കിൽ പാസ്റ്റ് ഫോം യൂസർ ഒബ്ജക്റ്റ്. ഓക്കെ, എന്താ വരിക? ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം the broken glass shining star. ഇതൊരു എക്സാമ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് വരുമ്പോൾ വേർബ് ing ആൻഡ് പാസ്റ്റ് ഫോം ഓഫ് എൻ ഒബ്ജക്റ്റ് ആണ് ദ ബ്രോക്കൺ ഗ്ലാസ് ഷൈനിങ് സ്റ്റാർ. അത് നമ്മൾ യൂസ് ചെയ്ത ബ്രോക്കൺ സ്റ്റാർ, അതായത് നൗണിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ആഡ്വേർബ് ആണ് അല്ലെ. സോറി, ബ്രോക്കൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഗ്ലാസ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ബ്രോക്കൺ എന്താണ്? ഒരു വേർബ് ആണ്. ഷൈനിങ് സ്റ്റാർ എന്താണ്? നൗണിനെ വിശേഷിപ്പിച്ചുള്ളതാണ്. അപ്പൊ അതാണ് പാർട്ടിസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. നോൺ ഫിനിറ്റ് വേർബ് എന്ന് പറയുന്നത് കാലമോ കാര്യമോ അറിയിക്കാനോ അല്ലെങ്കിൽ അറിയിക്കാൻ ഉപയോഗിക്കാത്ത ഒരു ക്രിയ അല്ലെങ്കിൽ നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ നോൺ ഫിനിറ്റ് വേർബ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു ഈസി ആയിട്ട് നോക്കാനായിട്ട് ഞാനൊരു ഇതില് ഇവിടെ പറയാം. ഷോ ടെൻസ്, അതായത് ഷോ ടെൻസ് അതെന്താണ്? ഷോ ടെൻസിനെ യൂസ് ചെയ്യുന്നതാണ് ഫിനിറ്റ് വേർബ്സ് അല്ലെ. ഫിനിറ്റ് വേർബ്സ് എന്താണ്? ടെൻസസിനെ കാണിക്കുന്നുണ്ട്. ദെൻ ചേഞ്ച് വിത്ത് ഒബ്ജക്റ്റ് എന്താണ് വരുന്നത്? ഫിനിറ്റ് ആണ് വരുന്നത്. ചേഞ്ച് വിത്ത് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ചേഞ്ച് ആവുന്നതിനെ ഫിനിറ്റ് വേർബ് ആണ്. ചേഞ്ച് ദ ഒബ്ജക്റ്റ്, ഫിനിറ്റ് വേർബ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ട് ആസ് എ വേർബ്. ആക്ട് ആസ് എ വേർബ്. ഇത് എന്താ വരുന്നത്? ഫിനിറ്റ് വേർബ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈറ്റ്സ്. ഇതൊക്കെ എന്താണ്? വേർബ്സിലാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ എന്തിലാ വരുന്നത്? വേർബ്സിലാണ് വരുന്നത്. ഫിനിറ്റ് വേർബ്സിൽ വരുന്നതാണ് ഷീ ഈറ്റ്സ്. ഓക്കെ, ദെൻ നോൺ ഫിനിറ്റ് വേർബ്സിൽ വരുമ്പോ എന്താ വരിക? ഷീ ലൈക്സ് ടു ഈറ്റ് ആ വരിക. ഷീ ലൈക്സ് ടു ഈറ്റ്. അവൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അതിൽ നമ്മൾ ടെൻസസ് കാണിക്കുന്നില്ല, അതൊന്നും ടെൻസസ് കാണിക്കാതെ സബ്ജക്റ്റ് മാറുന്നില്ല. അതിനെയാണ് നമ്മൾ നോൺ ഫിനിറ്റ് വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തൊക്കെയാണ്? വേർബിന്റെ ഓരോ ഫോംസിനെയാണ് നമ്മൾ ഫിനിറ്റ് വേർബ്സ്, നോൺ ഫിനിറ്റ് വേർബ്സ്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്, ഇൻഫിനിറ്റീവ് വേർബ്സ്. ഇതൊക്കെയാണ് നമ്മൾ വേർബിന്റെ ഫോംസുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം? ടെൻസസ് നോക്കാം. അപ്പൊ ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് ടെൻസസ് എന്ന് പറയുന്നത് കാലം. നമ്മളിപ്പോ ഒരു സെന്റൻസ് ബിൽഡ് ചെയ്യണം. നമ്മൾ മുന്നത്തെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്? സെന്റൻസ് ഉണ്ടാകുമ്പോൾ കാലം വേണ്ടേ? ഓക്കെ, അപ്പൊ ദ മെയിൻ ഇമ്പോർട്ടന്റ് ടെൻസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അങ്ങനെ ഈച്ച് ഓഫ് ദ 3 ടെൻസസ് ആണ് നമുക്കുള്ളത്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിനൊക്കെ എന്തുണ്ട്? ഒരു 4 ആസ്പെക്ട്സും കൂടെ ഉണ്ട്. 4 ആസ്പെക്ട്സും കൂടെ എന്തൊക്കെയാ വരുന്നത്? സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആക്ഷൻസ് വിത്തൗട്ട് എംഫസിസ് ഓൺ ഡ്യൂറേഷൻ. കണ്ടിന്യൂസ്, ഓൺഗോയിങ് ആക്ഷൻ അറ്റ് എ സ്പെസിഫിക് ടൈം.
പെർഫെക്റ്റ് എന്താണ്? കംപ്ലീറ്റഡ് ആക്ഷൻസ് വിത്ത് റെലവൻസ് ടു അനദർ ടൈം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഓൺഗോയിങ് ആക്ഷൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആൻഡ് പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ടു അനദർ ടൈം, റൈറ്റ്? അപ്പൊ നമുക്ക് നോക്കാം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പാസ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ബിഫോർ നൗ. നൗ എന്താണ്? പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ആക്ഷനോ അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ നമുക്ക് പാസ്റ്റിൽ പറയാം. ദെൻ പ്രസന്റ് ആക്ഷൻസ് ഹാപ്പനിങ് നൗ ഓർ റെഗുലർലി, തുടർച്ചയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ പ്രസന്റ് ആയിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താ? വരാനിരിക്കുന്നതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ആക്ഷൻസ് ദാറ്റ് വിൽ ഹാപ്പൻ ആഫ്റ്റർ നൗ. Primary tenses forms. The English tenses system has 12 major forms created by combining the 3 times past, present, future with the 4 aspects: simple, continuous, perfect continuous. Okay. അപ്പം നമ്മൾ പാസ്റ്റിനെ നമ്മൾ പറയാണ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 ആസ്പെക്ട്സ് ആണ് ഇംഗ്ലീഷ് ടെൻസസിൽ ഉള്ളത്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു. പ്രസന്റ് ടെൻസിൽ എന്താണ് വരുന്നത്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ് നമ്മളിപ്പോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റില് നമ്മൾ ഒരു സെന്റൻസ് യൂസ് ചെയ്യുക സിമ്പിൾ പ്രസന്റിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ സ്ട്രക്ചർ വരുന്നത് V1 പ്ലസ് V പ്ലസ് ES ഫോം ആണ്. ES ഇതാണ് സിമ്പിൾ പ്രസന്റിൽ വരുന്ന സ്ട്രക്ചർ. ഓക്കെ. സിമ്പിൾ പ്രസന്റിൽ വരുന്ന സ്ട്രക്ചർ എന്താണ്? സിമ്പിൾ V1 പ്ലസ് V പ്ലസ് ES ഫോം വരുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പം ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെയാ വരുന്നത്? കണ്ടിന്യൂസ് ഫോമിൽ എന്താ വരിക? ഈസ് ഓർ ആം ആർ പ്ലസ് V1 പ്ലസ് ING. സോറി, V1 പ്ലസ് ING. ഇതാണ് സിമ്പിൾ കണ്ടിന്യൂസ്ലി വരിക. ദെൻ സിമ്പിൾ പെർഫെക്റ്റിൽ എന്താ വരുക? സിമ്പിൾ പെർഫെക്റ്റിൽ എന്താ വരുന്നത് നോക്കാം. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് സിമ്പിൾ പെർഫെക്റ്റിൽ വരുന്നത്. ദെൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അടുത്തത് വരുന്നത്. പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താ വരുന്നത് സ്ട്രക്ചർ? ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹാസ് ഓർ have been plus V3. ഓക്കെ. ദെൻ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞത്. V1 പ്ലസ് V2 S ഫോം ചേർത്തിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കിയാലോ. She sings. ഇതില് വെർബിന്റെ കൂടെ എന്ത് ഫോമാണ് നമ്മൾ ചേർത്തത്? S ഫോം ചേർത്തു അല്ലെ? വെർബിന്റെ സിമ്പിൾ പ്രസന്റിൽ വരുമ്പം S ഫോം. ഓക്കെ. V1 പ്ലസ് V പ്ലസ് ES ഫോം ചേർത്തുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഷീ സിങ്സ് എന്ന് പറഞ്ഞാൽ അവൾ പാടുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇത് നോക്കൂ നിങ്ങള്. സിമ്പിൾ പ്രസന്റില് നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞു, സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഷീ സിങ്സ്, എന്താ? അവൾ പാടുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ എന്താ വരിക? ഷീ സിംഗിങ്. ഷീ ഈസ് സിംഗിങ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഞാൻ പറയുന്നത്. അതിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ മുന്നേ പറയാണ്. ഓക്കെ. ദെൻ പ്രസന്റ് പെർഫെക്റ്റിൽ എന്താ വരിക? ഷീ ഹാസ് സങ്. അതായത് സിംഗ്, സാങ്, സങ്. V1 V2 V3. സങ് എന്താണ്? V3 ആണ്. അവൾ പാടിയിരിക്കുന്നു. ഓക്കെ. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. നമ്മൾ എന്താ ഇവിടെ കൊടുത്തത്? ഹാസോ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ്
സോറി, ഇവിടെ നമുക്ക് V3 അല്ല, V1 പ്ലസ് ING ആണ്. സോറി, മാറിപ്പോയതാണ്. V1 പ്ലസ് ING ഫോം ആണ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരിക. അപ്പൊ നമ്മള് പാടിക്കൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ വരെ, അതായത് ആദ്യം ചെയ്ത് ഇപ്പോൾ ചെയ്ത്, അതിനെയാണ് നമ്മൾ പറയാ. അപ്പം ഷീ ഹാസ് ബീൻ സിംഗിങ്. നമുക്ക് ഇതൊക്കെ ഒന്നും കൂടെ നോക്കാം. നിങ്ങൾക്കിപ്പം മനസ്സിലാകണമെന്നില്ല. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് നമ്മൾ V1ന്റെ കൂടെ ES ഫോം ചേർക്കുന്നതിനെ നമ്മൾ സിമ്പിൾ പ്രസന്റ്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഐ വോക്ക്, ഹാബിറ്റ്സ് ആൻഡ് റൊട്ടീൻസ്, ഇവിടെ കണ്ടോ ES, ജനറൽ ട്രൂത്ത്, അതായത് ഐ വോക്ക് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ വരുന്നതാണ് ഹാബിറ്റ്, റൊട്ടീൻസ്, ജനറൽ ട്രൂത്ത്, ഷെഡ്യൂൾ ഫ്യൂച്ചർ ഇവന്റ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാബിറ്റ്, റൊട്ടീൻ, നമ്മളെ ഹാബിറ്റ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ റൊട്ടീൻസ്, ജനറൽ ട്രൂത്ത്സ്, ഷെഡ്യൂൾ ഫ്യൂച്ചർ ഇവന്റ്സ്. അപ്പൊ ഇതിൽ കൊടുത്ത എക്സാം നോക്കാം. ഷീ സ്റ്റഡീസ് എവറി ഡേ, അവൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു റൊട്ടീൻസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ അതെന്താ വരുന്നത്, സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിൽ എന്താ വരുന്നത്, ഐ ആം വാക്കിംഗ്. നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസോ ആം ആർ V1 പ്ലസ് ING ഫോം ആണ് വരുന്നത്. വാക്കിന്റെ കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്തു, വാക്കിംഗ്, ഐ ആം വാക്കിംഗ്. അപ്പൊ ഇതിൽ ആക്ഷൻസ് ഹാപ്പനിങ് നൗ, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ടെമ്പററി സിറ്റുവേഷൻ. ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ്, മുന്നോട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഐ ആം വാക്കിംഗ്. ഓക്കെ, അപ്പൊ ING ഫോം യൂസ് ചെയ്യുന്നത് നമ്മൾ ഓർക്കുക, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ, ദേ ആർ വർക്കിംഗ് ഓൺ എ പ്രൊജക്ട്. അതെന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ കൂടെ ES ഫോം ഉണ്ടായിരിക്കും. റൊട്ടീൻസ്, ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ഇവന്റ്സ്, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ പ്രസന്റ്, അതായത് ഇപ്പോഴും തുടർച്ചയായിട്ടുള്ള ഒരു റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ അതൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് വരിക. ദെൻ പ്രസന്റ് കണ്ടിന്യൂസിൽ പിന്നെ ING ഫോം ആണ് വരിക, അതായത് ആക്ഷൻ ഹാപ്പനിങ് നൗ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ്. ദെൻ ടെമ്പററി സിറ്റുവേഷൻസ്, ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ്, ഇതിനെയൊക്കെ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രസന്റ് ടെൻസ് ഫോംസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്, അതാണ് ഇത് എക്സ്ട്രാ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് എന്താ വരുന്നത്, പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നത് ഹാസോ, ഹാവോ യൂസ് ചെയ്തിട്ടുള്ള, ഹാബിനോ യൂസ് ചെയ്തിട്ടുള്ള V3 ഫോം ആണ് പ്രസന്റ് ടെൻസിൽ വരുന്നത്. ഓക്കെ, ഐ ഹാവ് വാക്ക്ഡ്, എന്താ അവിടെ വന്നത്, ഐ ഹാവ് വാക്ക്ഡ്. അതേപോലെ നമുക്ക് നോക്കാം, ഷീ ഹാസ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. ഷീ ഹാസ്, അത് കുറച്ചും കൂടി ഈസിയാണ്. ഷീ ഹാസ് സക്ക്, സിങ്ങിന്റെ V3 ഫോം ആണ് സൺ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ എന്താ ചേർത്തത്, ഷീന്റെ കൂടെ ഹാസ് ആണ് ചേർത്തത് അല്ലെ. ഹാസോ അല്ലെങ്കിൽ ഹാവ്, ഐ വരികയാണെങ്കിൽ ഹാവ് ആണ് വരിക, ഐ യു ദേ വി, ഹാവ്, ഷീ ഹി ഇറ്റ് ഹാസ്. ഓക്കെ, ഷീ ഹാസ് പ്ലസ് V3, ഷീ ഹാസ് സക്ക്, അതെന്താ വരുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. അതായത് നമ്മൾക്ക് നോക്കാം, പാസ്റ്റ് ആക്ഷൻസ് വിത്ത് പ്രസന്റ് റിസൾട്ട്. പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ ഇപ്പം ഒരു റിസൾട്ട് വരുന്നതിനെയൊക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുക. എക്സ്പീരിയൻസസ് അറ്റ് സർപ്രൈസ് അൺസ്പെസിഫൈഡ് ടൈം, നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതിനൊക്കെ ഈ ഒരു ഇതിലേക്ക് പ്രസന്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഒട്ടുമിക്ക സമയത്തും യൂസ് ചെയ്യുന്നത്. ആക്ഷൻസ് കണ്ടിന്യൂ ടു പ്രസന്റ്, അതായത് ഇപ്പം ഒരു വാക്ക് എന്ന് പറയുന്നത് എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്, നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരാം. മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഐ ഹാവ് വാക്ക്ഡ്. എക്സാമ്പിൾ, വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. ഞങ്ങൾ
10 years ആയിട്ട് ഇവിടെ തന്നെയാണ് ലിവ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴും മുന്നേയും ഇവിടെ തന്നെയായിരുന്നു എന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താ ഞാൻ പറഞ്ഞേ, ഈസോ അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാവ് ബി പ്ലസ് V1 പ്ലസ് ING ഫോം ആണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. She has been sung. ഓക്കെ, അവൾ ഇപ്പോഴും പാടിക്കൊണ്ടേ ഇരിക്കുന്നു. ഷീ ഹാസ് ബീൻ സങ്. ഓക്കെ, ഹാസ് ഹാവോ അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING ഫോം ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഐ ഹാവ് ബീൻ വാക്കിംഗ്. ആക്ഷൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ എ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ നൗ. എംഫസിസ് ഓൺ ഡ്യൂറേഷൻ, എക്സ്പ്ലെയിനിങ് റീസൺ, സിറ്റുവേഷൻസ്. എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ്. ഓക്കെ, അതായത് പ്രസന്റ് പെർഫെക്റ്റ് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോഴും തുടർച്ചയായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ഫോം ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റ് എന്താണ് വരുന്നത്? പാസ്റ്റ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലമാണ് അല്ലെ? അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ നോക്കാം. സിമ്പിൾ പാസ്റ്റ് എന്താണ്? V2 ഫോം ആണ് നമ്മൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുക. എപ്പോഴും V2 ഫോം ആയിരിക്കും. V2 ഫോം ആണ് നമ്മൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റിൽ എപ്പോഴും V2 ഫോം ആണ് യൂസ് ചെയ്യുക. വോക്കിന്റെ വേർബിന്റെ രണ്ടാമത്തെ ഫോം ആണ് വോക്ക്ഡ്. ED ഫോം ചേർത്തുന്നതിനെയാണ് ED ഫോം എന്ന് പറഞ്ഞാൽ വേർബിന്റെ സെക്കൻഡ് ഫോം ആണ്. വേർബിന്റെ സെക്കൻഡ് ഫോം ആണ്. ഓക്കെ, ദെൻ കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സീരീസ് ഓഫ് കംപ്ലീറ്റഡ് ആക്ഷൻസ്. ഹാബിറ്റ്സ് ഇൻ ദ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഹാബിറ്റ്സ് കാര്യങ്ങൾ. ഷീ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് സമ്മർ. ലാസ്റ്റ് സമ്മർ ടൈമിൽ അവള് പാരീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഒരു പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത്. അപ്പൊ അവിടെ വിസിറ്റഡ് എന്താണ് വരുന്നത്? വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് വിസിറ്റഡ്. എന്ന് പറയുന്നത്. അത് ഈസിയാണ് കേട്ടോ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് നോക്കാം. ഐ വാസ് വാക്കിംഗ്. വാസ് ഇതിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ വരുന്നത്. വാസോ അല്ലെങ്കിൽ വേറോ പ്ലസ് V1 പ്ലസ് ING ആണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വാസോ വേറോ പ്ലസ് V1 പ്ലസ് ING. വാസോ വേറോ പ്ലസ് V1 പ്ലസ് ING വരുന്നതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നു. ഐ വാസ് വാക്കിംഗ്. കണ്ടോ, ഇതിൽ നമ്മൾ എന്താ യൂസ് ചെയ്തത്? വാസ് യൂസ് ചെയ്തു അതിന്റെ കൂടെ. ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് പാസ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻസ്, ഇന്ററപ്റ്റഡ് ആക്ഷൻസ്. എക്സാമ്പിൾ, ദേ വർ സ്ലീപ്പിംഗ് വെൻ ദ ഫോൺ റാൻ. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ യൂസ് ചെയ്തത്? വേറാണ് യൂസ് ചെയ്തത്. വേർബിന്റെ കൂടെ ING ഫോമും യൂസ് ചെയ്തു. ഇതെന്താണ് വരുന്നത്? ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഒരു വാസോ വേറോ യൂസ് ചെയ്യും. ദെൻ വേർബിന്റെ ING ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക പാസ്റ്റ് കണ്ടിന്യൂസിൽ. ഓക്കെ, ദെൻ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഷീ വാസ് സിംഗിങ്. വാസ് യൂസ് ചെയ്തോ? മുന്നേ അവൾ പാടിക്കൊണ്ടിരുന്നു. ആ ഒരു കാര്യത്തിനെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഷീ വാസ് സിംഗിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റില് നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഫോർമുല വരുന്നത് ഹാഡ് പ്ലസ് V3 ആണ് കേട്ടോ. V3
ഹാഡ് പ്ലസ് V3 ആണ് ഇതിന്റെ ബേസ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. ഐ ഹാഡ് വാക്ക്ഡ്. എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നോക്കൂ. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഹാഡ് യൂസ് ചെയ്തില്ലേ? ഷീയും ഹീ ഒക്കെ വരുമ്പോ ആഡ് ആണ് യൂസ് ചെയ്യുക. ഐ, യു, ദേ, വി. ഇതിന്റെ കൂടെയൊക്കെ എന്താ നമ്മൾ യൂസ് ചെയ്യുക? ഹാവ്. അപ്പൊ ഹാസ് ഇതിന്റെ കൂടെ ഷീ, ഹീ, ഇറ്റ്, ഇതിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാഡ്. ഓക്കെ, അത് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. ഐ ഹാഡ് വാക്ക്ഡ്. ഐ ഹാഡ് വാക്ക്ഡ്. അപ്പൊ നമുക്ക് അടുത്തൊരു നോക്കാം. ഷീ ഹാഡ് sung. ഷീ ഹാഡ് sung. ഇതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. വെർബിന്റെ ഹാഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. സങ് എന്താണ്? വെർബിന്റെ തേർഡ് ഫോം ആണ്. അപ്പം ഹാഡ് പ്ലസ് V3 ആണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താ വരുന്നത് നോക്കൂ. ഹാഡ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇതാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. He had been singing. ഇതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഷീ ഹാഡ് ബീൻ സിംഗിങ്. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുക? ഹാഡോ അല്ലെങ്കിൽ ഹാവോ പ്ലസ് ബീൻ പ്ലസ് ING പ്ലസ് V3. ഇതാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത് നോക്കുക. ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ഹവേഴ്സ് ബിഫോർ. ഇതിൽ കണ്ടോ ഹാഡ് ബീൻ. ഇതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ആക്ഷൻസ് ദാറ്റ് കണ്ടിന്യൂഡ് അപ് ടു അനദർ പാസ്റ്റ് ആക്ഷൻ. എംഫസിസ് ഓൺ ഡ്യൂറേഷൻ ബിഫോർ എ പാസ്റ്റ് പോയിന്റ്. എക്സ്പ്ലെയിനിങ് കോസസ് ഓഫ് പാസ്റ്റ് സിറ്റുവേഷൻ. മുന്നേ ഉണ്ടായിരുന്ന ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഒക്കെ നമ്മൾ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ഹവേഴ്സ് ബിഫോർ ടേക്കിംഗ് എ ബ്രേക്ക്. അത് നമുക്ക് ഓർത്താൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രവൃത്തി, ഒരു ആക്ഷനെ ഇപ്പോഴും ഇതാക്കാനായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പം പ്രസന്റ് പറഞ്ഞു, പാസ്റ്റ് പറഞ്ഞു, പിന്നെ അതിൽ വരുന്ന 4 ആസ്പെക്ട്സ്. സിമ്പിൾ പ്രസന്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെയാ പറഞ്ഞത്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്താ വരുന്നത് എന്ന് നോക്കാം. ഫ്യൂച്ചറിൽ എന്താ വരുന്നത്? ഐ വിൽ ഹാവ് വാക്ക്ഡ്. നാളെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് വില്ല്. വില്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോളൂ, അത് ഫ്യൂച്ചർ ടെൻസിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ നമ്മൾ സൂചിപ്പിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ വില്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് വില്ല്. ഓക്കെ, ഐ വിൽ ഹാവ് വാക്ക്ഡ്. ഞാൻ എന്ത് ചെയ്യും? നടക്കും. അതാണ് പറയുന്നത് വിൽ. ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. അതിനെയാണ് ആക്ഷൻസ് ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ ഫ്യൂച്ചർ ടൈം. പ്രൊജക്റ്റഡ് അക്കംപ്ലിഷ്മെന്റ്, ഡ്യൂറേഷൻ അപ് ടു എ ഫ്യൂച്ചർ പോയിന്റ്. നമ്മൾ ഫ്യൂച്ചറിനെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന സിമ്പിൾ പെർഫെക്റ്റിൽ നമുക്ക് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ എപ്പോഴും വില്ലായിരിക്കും. വില്ല് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വില്ല് പ്ലസ് V1 ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇതിന്റെ ഫോർമുല വരുന്നത് വില്ല് പ്ലസ് V1. ഈ ഫോർമുലയാണ് നമ്മൾ ഈ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്നത്. വില്ല് പ്ലസ് V1. വില്ല് പ്ലസ് ഐ വിൽ വാക്ക്, ദി വിൽ അറൈവ് ടുമോറോ. അപ്പൊ നമ്മൾ പ്രെഡിക്ഷൻസ്, അതായത് മുൻവിധികൾ പറയാൻ വേണ്ടിയിട്ട്, സ്പോണ്ടേനിയസ് ഡിസിഷൻ, പെട്ടെന്നുള്ളൊരു സ്പോണ്ടേനിയസ് ഡിസിഷൻ പറയാൻ വേണ്ടിയിട്ട്, പ്രോമിസസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല വരുന്നത് വില്ല് പ്ലസ് V1 ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ഷീ വിൽ
sing. ഓക്കെ, ഇതൊക്കെ ഒരു സിമ്പിൾ ഫ്യൂച്ചറിന്റെ എക്സാമ്പിൾ ആണ്. ഇത് സിമ്പിൾ ആണ്, നമുക്ക് ഫ്യൂച്ചർ ടെൻസ് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് കേട്ടോ. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്താ വരുന്നത്, അതിന്റെ ഫോർമുലാസ് ഒക്കെ നമ്മൾ എന്തായാലും മെയിൻ ആയിട്ടും ഫോർമുലാസ് ഒക്കെയാണ് നമ്മൾ നോക്കണം. അപ്പോഴേ നമുക്കൊരു സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഫ്യൂച്ചർ ടെൻസിന്റെ ഫോർമുല വരുന്നത് വിൽ പ്ലസ് ബി പ്ലസ് v1 പ്ലസ് ing. ഇതാണ് വില്ല് പ്ലസ് ബി പ്ലസ് v1 പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോർമുല വരുന്നത്. ഐ വിൽ ബി വാക്കിംഗ്. ഒരു എക്സാമ്പിൾ പറയാം. ഐ വിൽ ബി സിംഗിങ്. അപ്പൊ വിൽ എന്താണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ് വിൽ. ഐ വിൽ ബി വാക്കിംഗ്. ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം. പൊളൈറ്റ് ഇൻക്വയറീസ് അബൌട്ട് പ്ലാൻസ്. പ്രെഡിക്റ്റീവ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. നമ്മൾ മുന്നേ പറഞ്ഞു വിൽ ബി യൂസ് ചെയ്യാം ഫ്യൂച്ചറിൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൽ ബി. v1ന്റെ ing ഫോം ആണ് വേണ്ടത്. നെക്സ്റ്റ്, ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി ഫ്ലൈയിങ് ടു ലണ്ടൻ. ഓക്കെ, നമുക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, വില്ലിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാവ് യൂസ് ചെയ്യും. വിൽ പ്ലസ് ഹാവ് പ്ലസ് v2 ഫോം ആണ് യൂസ് ചെയ്യുക. വില്ല് പ്ലസ് ഹാവ് പ്ലസ് v2 ഫോം ആണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിന്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യുക. ഞാനിവിടെ എഴുതുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഹാവ് എന്തിന്റെ കൂടെ, ഏത് സെന്റൻസ്, ഐ യു ദേ വി, അതിലൊക്കെ നമ്മൾ ഹാവ് ആണ് വരിക. ഷീ ഹി ഇറ്റ്, അതിന്റെ കൂടെ നമ്മൾ ഹാസ് ആണ് വരിക. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കുക. ഐ വിൽ ഹാവ് വാക്ക്ഡ് ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ വില്ല് യൂസ് ചെയ്തു, ഹാവ് യൂസ് ചെയ്തു, വാക്കിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഇ ചേർത്തപ്പോ അതെന്തായി, വാക്ക്ഡ്. വെർബിന്റെ v2 ഫോം ആണ് വാക്ക്ഡ്. ഓക്കെ, ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ ഫ്യൂച്ചർ ടൈം. പ്രൊജക്റ്റഡ് അക്കംപ്ലിഷ്മെന്റ്, ഡ്യൂറേഷൻ ആഫ്റ്റർ എ ഫ്യൂച്ചർ പോയിന്റ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ബൈ ഡിസംബർ ദേ വിൽ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 10 years. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലോ ഹാവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മളെ എക്സാമ്പിൾ എന്താ വരുന്നത്, ഫോർമുല നോക്കൂ. വില്ല് പ്ലസ് ഹാവ് ബീൻ പ്ലസ് ing പ്ലസ് v1 ആണ് വരുന്നത്. ഓക്കെ, സോറി വില്ല്, ഇത് തെറ്റാണ്. വില്ല് പ്ലസ് ing പ്ലസ് തെറ്റി, ഹാവ് ബീൻ. ഇവിടെ ഹാവ് ബീൻ വരുന്നുണ്ട് കേട്ടോ. ഹാവ് ബീൻ പ്ലസ് വേർബ് v1 പ്ലസ് ing ഫോം, ഇതാണ് വരുന്നത്. വില്ല് പ്ലസ് ഹാവ് ബീൻ ഇല്ല, വില്ല് പ്ലസ് ഹാവ് ബീൻ പ്ലസ് v1 പ്ലസ് ing, ഇങ്ങനെയാണ് വരിക കേട്ടോ. സെന്റൻസ് മേക്ക് ചെയ്യുക ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ. ഐ വിൽ ഹാവ് ബീൻ വാക്കിംഗ്, വൃത്തിയില്ല. വില്ല് പ്ലസ് ഹാവ് ബീൻ പ്ലസ് v1 പ്ലസ് ing, ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ? ഐ വിൽ ഹാവ് ബീൻ വാക്കിംഗ്, ഓൺ ഗോയിങ് ആക്ഷൻ ദാറ്റ് വിൽ കണ്ടിന്യൂ അപ് ടു ഫ്യൂച്ചർ ടൈം. എംഫസിസ് ഓൺ ഡ്യൂറേഷൻ അപ് ടു ഫ്യൂച്ചർ പോയിന്റ്. ഫ്യൂച്ചർ കോസസ് ഓഫ് എ ഫ്യൂച്ചർ റിസൾട്ട്. എക്സാമ്പിൾ, ബൈ നെക്സ്റ്റ് മന്ത് ഷീ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 20 years. അത് ഈസിയാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മെയിൻ ആയിട്ടും ഈ ഒരു സ്ട്രക്ചർ നോക്കി വെക്കുക. എന്തൊക്കെ വില്ല് വരുന്നുണ്ട്, ഹാവ് വരുന്നുണ്ട്, ഹാസ് വരുന്നത്, ബീൻ വരുന്നത്, ing ഫോം v1 v2 v3, ഇതൊക്കെ മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ അറിയണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സ്ട്രക്ചർ, ഘടന, ഇംഗ്ലീഷിന്റെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോമൺ ടെൻസസ് യൂസേജ് പാറ്റേൺസ്
ഓക്കെ, ഡിസ്ക്രൈബിങ് ഹാബിറ്റ്. സിമ്പിൾ പ്രസന്റ് വരുമ്പം ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്, അതൊരു ഹാബിറ്റ് ആണ് അല്ലേ. യൂസ്ഡ് ടു ഇൻഫിനിറ്റി, ഐ യൂസ്ഡ് ടു, കണ്ടോ ഇൻഫിനിറ്റി വേർബ് ഇവിടെ യൂസ് ചെയ്തോ, യൂസ് ചെയ്തു. ടു ഇവിടെ യൂസ് ചെയ്തു അല്ലേ നമ്മള്. ഇൻഫിനിറ്റി വേർബ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടു യൂസ് ചെയ്യുന്ന വേർബിനെ നമ്മൾ ഇൻഫിനിറ്റി വേർബ് ആണ് പറയാം. അപ്പൊ നമ്മളൊരു ഹാബിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഇവിടെ യൂസ് ചെയ്ത് എന്താണ്, യൂസ് ടു ഡ്രിങ്ക് ടീ ഇൻസ്റ്റഡ്, കണ്ടോ യൂസ്ഡ് ടു ഡ്രിങ്ക്, കണ്ടോ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്, അത് നമ്മളുടെ ഹാബിറ്റിനെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നെ അറിയാം അതൊരു സിമ്പിൾ പ്രസന്റ്. ആക്ഷൻസ് ഇൻ പ്രോഗ്രസ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഷീ ഈസ് സ്റ്റഡിങ് റൈറ്റ് നൗ. Past continued, the verb watching TV when I called. Completed action, simple past, I visited Tokyo last year. Present perfect, I have been that movie twice. Before and after relationship, past perfect. ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇവിടെ കുറച്ച് പ്രാക്ടീസ് ഞാൻ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഷീ ഈറ്റ് ലഞ്ച് റൈറ്റ് നൗ, എന്താണ് ഷീ ഈസ് ഈറ്റിംഗ്, ഇതെന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ. എന്താണ് ഷീ ഡാഷ് ലഞ്ച് റൈറ്റ് നൗ. ഇതില് ഈ എന്താ, ഇത് പ്രസന്റ് കണ്ടിന്യൂസ്, നമുക്ക് അറിയാവുന്ന എല്ലാ ദിവസവും കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ എന്താ വരിക, ഈസ് നമ്മൾ പറഞ്ഞു, ആം ഈസ് ആർ വരും. ഈസ്, ഷീ ഈസ് ഈറ്റിംഗ്, വെർബിന്റെ ing ഫോം ഈറ്റിംഗ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈറ്റ് ആണ് നമ്മുടെ വേർബ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ing ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്തായി, present continuous കിട്ടും. explain the phrase right now indicate an action process at the present moment. ഓക്കെ, ing ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഐ ഫിനിഷ് ദ ബുക്ക് യെസ്റ്റർഡേ, അതെന്താണ് മുന്നേ ഇന്നലെ തീർത്ത ബുക്കാണ്. അപ്പൊ അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞില്ലേ. അപ്പൊ പാസ്റ്റിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ed ഫോം ആണ് നമ്മൾ ചേർക്കുക, വെർബിന്റെ കൂടെ ed ഫോം ആണ് നമ്മൾ ചേർക്കുക. അപ്പം ഫിനിഷ്ഡ്, അപ്പൊ എന്താ വരിക, ഫിനിഷ്ഡ്, എന്താ വരിക, ഫിനിഷ്ഡ്. Finish the book yesterday. Explanation, yesterday indicates a complete action at a specific time in the past. പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം വരികയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ വരികയാണെങ്കിൽ ed ഫോം ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ടൈം നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ PDF ഒരുപാട് എക്സസൈസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. ദേ വിൽ ഹാവ് അറൈവ്ഡ്, ഇവിടെ അറൈവ് എന്താണ്, ഫ്യൂച്ചർ. ബൈ 5 PM ടുമോറോ, ടുമോറോ കാണുമ്പോൾ നമുക്കറിയാം അത് ഫ്യൂച്ചർ ആണ്, കഴിഞ്ഞിട്ടില്ല, പോകുന്നുള്ളൂ, ഫ്യൂച്ചർ ആണ്. ടുമോറോ ആണ് വരുന്നത്, ഫ്യൂച്ചർ. അപ്പൊ എന്താ വരിക, വിൽ ഹാവ് ആണ് വരിക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആ വരുന്നത്, നടക്കാൻ പോകുന്നുള്ളൂ. വിൽ ഹാവ് അറൈവ്ഡ്, വിൽ ഹാവ്, ഇവിടെ എന്താ വരിക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ V2 V3 ഫോം ആണ് യൂസ് ചെയ്യാന്നുള്ളത്. വിൽ ഹാവ് അറൈവ്ഡ്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. This indicates as a future action that will be completed by a specific future time. Then നോക്കൂ, present perfect continuous നോക്കൂ. He has been working since morning. has been കണ്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ സ്ട്രക്ചറിൽ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ഹാസ് ബീനോ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ കൂടെ വെർബിന്റെ കൂടെ വർക്കിംഗ്. വർക്ക് ഒരു വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു, ing ഫോം ചേർത്തു. അപ്പൊ എന്ത് വരും, ഹി ഹാസ് ബീൻ വരും. ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഓക്കെ,
അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈസി ആയിട്ട് നോക്കിയാൽ മതി. ഓക്കെ. Verbs are the foundation of sentence. Without verbs, we cannot express action, states, or occurrence in a complete verb. Verb forms serve different function. Infinitive, participles, and gerund each play unique roles in sentence. വെർബിന്റെ ഫോംസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻഫിനിറ്റീവ്സ്, പാർട്ടിസിപ്പിൾസ്, ജെറൻസ്, ഇറഗുലർ ആൻഡ് റെഗുലർ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ഒക്കെ പറഞ്ഞു കേട്ടോ. The tenses is systematic. 12 major tenses combine time, past, present, future with aspect, simple continuous, perfect, perfect continuous. ഇതൊക്കെ എന്താണ്? ടെൻസസ് ഫോം ആണ്. ഇംഗ്ലീഷിലെ ടെൻസസ് ഫോം നമ്മൾ പറഞ്ഞു അല്ലെ. Regular practice with a different verb form is the key to mastery. Focus on understanding the context first, then choose the appropriate tense. എന്താണ്? നമ്മളെ PDF കറക്റ്റ് കുറേ എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ വെറും ഒരു ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെരി ഷോർട്ട് PPT ആണിത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ PDF ഒരുപാട് എക്സസൈസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സ്വയം ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, യെസ്. ദെൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേർബിന്റെ ഫോംസ് കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ ഗ്രാമർ കാര്യങ്ങൾ, ഇംഗ്ലീഷിലെ ടെൻസസ് ആണ് പറഞ്ഞത്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ്, പ്രസന്റ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് അതിന്റെ സ്ട്രക്ചർ, ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതിന്റെ കൂടെ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് അതിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി നോക്കുക, സ്വന്തം എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. അടുത്തതും ഇനി ഗ്രാമർ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇനിയും നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.